ചെന്നായ്ക്കളുടെ പാക്ക് അഥവാ കൂട്ടം മനുഷ്യന്റെ മഹത്തായ സങ്കല്പമായ കുടുംബം എന്ന വ്യവസ്ഥിതിയോട് ഏറെ സാമ്യമുള്ള ഒന്നാണ്. ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം, ഒരു ചെന്നായ കുടുംബം എന്നാണ് അർത്ഥം. സിംഹങ്ങളുടെ പ്രൈഡ് അഥവാ കൂട്ടം ഒരു സമൂഹമാണല്ലോ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ആൽഫ മെയിലും ഒരു ആൽഫ ഫീമെയിലും അവ പെറ്റുകൂട്ടുന്ന സന്തതികളും കൂടി വന്നാൽ ഒരു മുത്തശ്ശിയും അമ്മാവനും അമ്മായിയും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടം, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് വേണമെങ്കിൽ പറയാം. ചെന്നായികൾ പലപ്പോഴും ഒറ്റ ഇണയെ സ്വീകരിക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ആൽഫ മെയിലോ ആൽഫ ഫീമെയിലോ വേഗം ചാവുകയാണെങ്കിൽ അതിൽ ബാക്കിയുള്ള ഒരാൾ മുംതാസോ ഷാജഹാനോ ആയിത്തീരും. മനസ്സിനകത്തൊരു ചില്ല് കൂടിയിട്ട് അതിൽ താജ്മഹലൊക്കെ പണിത് തന്റെ ഇണ മരിച്ചതുകൊണ്ട്, അമ്മയാണ് മരിച്ചതെങ്കിൽ കൂട്ടത്തിലെ മുതിർന്ന പെണ്ണിനെ പുറത്തുനിന്നുള്ള ഒരു വരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അച്ഛനാണ് അഥവാ ആൽഫ മെയിലാണ് മരിച്ചതെങ്കിൽ പാക്കിലെ മുതിർന്ന ആൺ സന്തതിയെ പുറത്തുനിന്നും വിവാഹം കഴിപ്പിച്ച് ആൽഫ മെയിലും ആൽഫ ഫീമെയിലുമാക്കി മാറ്റും. പഴയ ആൽഫ മെയിലോ ആൽഫ ഫീമെയിലോ കൂട്ടത്തിലെ കുട്ടികളെ നോക്കി ശിഷ്ടകാലം കഴിക്കും. ഇത്രയും ഉയർന്ന ഒരു സാംസ്കാരിക ജീവിതം ഉള്ളതുകൊണ്ടായിരിക്കണം ജംഗിൾ ബുക്കിൽ മൗഗ്ലിയെ നോക്കാൻ റുഡ്യാൾഡ് ചെന്നായ്ക്കളെ തെരഞ്ഞെടുത്തത്.